മാമി തിരോധാന കേസിലെ ദുരൂഹത അന്വേഷിച്ച് ക്രൈംബ്രാഞ്ച്. മാമിയുടെ മുൻ മാനേജർ KP സോമസുന്ദരത്തിന്റെ മൊഴിയെടുത്ത് ക്രൈംബ്രാഞ്ച് സംഘം. മാമിയെ കാണാതായി 1 മാസത്തിന് ശേഷം സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ട് ഒരു എഗ്രിമെന്റ് അന്വേഷിച്ച ആളുകൾ എത്തിയെന്ന് സോമസുന്ദരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. അതേസമയം മാമിയുടെ ഫോണിൽ നിന്നും ഭാര്യയ്ക്ക് വന്ന അവസാന മെസ്സേജ് റിപ്പോർട്ടറിന് ലഭിച്ചു. 2023 ഓഗസ്റ്റ് 21 മാമിയെ കാണാതായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നീട് ഓഗസ്റ്റ് 22 ഫോൺ ഓണായ സമയത്ത് മാമിയുടെ ഫോണിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വന്ന അവസാന മെസ്സേജാണിത്. എവിടെയാണെന്ന് ഭാര്യ ചോദിക്കുമ്പോൾ കോൾ അൻവർ അർജന്റ് എന്നാണ് സന്ദേശത്തിലുള്ളത്. കേരള പോലീസിനെ സംബന്ധിച്ചോളം ഇപ്പോഴും എനിക്ക് സംശയം ഒരു മിസ്സിങ്ങിൻ്റെ 4ാമത്തെ കേസായിരിക്കുന്നു. ഒന്ന് നമ്മളെ ഫസ്റ്റിലെ സുകുമാരക്കുറുപ്പ്, 2ാമത് ചേകന്നൂർ മൗലവി, 3ാമത് ഈ അടുത്ത കാലത്ത് കോട്ടയത്ത് പോയ ജൻസ്ന, 4ാമത് മാമി. മാമിയുടെ വ്യാപാരി സുഹൃത്താണ് അൻവർ എന്നാണ് അറിയുന്നത്. മാമി തന്നെയാണോ അതോ മാമിയുടെ ഫോണിൽ നിന്നും മറ്റാരെങ്കിലും സന്ദേശം അയച്ചോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. കേസിൽ ക്രൈംബ്രാഞ്ച് മാമിയുടെ മുൻ മാനേജർ KP സോമസുന്ദരന്റെ മൊഴിയെടുത്തു. അതിൽ KTCൻ്റെ സ്ഥലം കച്ചവടം ചെയ്തത് പിന്നീടാണ് ഞാൻ അറിയുന്നത്. കാരണം അതിൻ്റെ ആളുകൾ എൻ്റെ വീട്ടിൽ അതിൻ്റെ എഗ്രിമെൻറ്റ് എവിടെയാണെന്നുള്ള അറിയുമെന്ന് ചോദിച്ചു വന്നിരുന്നു. വാങ്ങിയ ആളുകൾ അത് മറ്റേ IOBൻ്റെ ബിൽഡിങ്ങൊക്കെ കച്ചവടം ചെയ്തതിനോട് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം അദ്ദേഹം മിസ്സായിട്ട് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെയാണ് വന്നത്. കൃത്യമായ ഡേറ്റ് ഓർമ്മയില്ല. എഗ്രിമെൻറ്റ് എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എഗ്രിമെൻറ്റ് എവിടെയാണെന്ന് എനിക്കറിയില്ല പ്രത്യേകിച്ച്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ സൊമാറ്റോ വെച്ചു. ഞാൻ പറഞ്ഞു മാമി എന്നെ നേരിട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ ഞാൻ മാമിയെ വിളിക്കുകയോ ചെയ്തിട്ട് മാമിയുടെ സമ്മതപ്രകാരമാണ് ഇപ്പം മാമി മിസ്സിംഗ് ആണ്. അത്ര കാര്യത്തിൽ ഒരു സഹായം എന്നെ കൊണ്ട് ചെയ്തു തരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. തട്ടിക്കൊണ്ടുപോയാൽ പോലും പുറത്തു വരാൻ കഴിവുള്ള ആളാണ് മാമിയെന്നും മാമിയെ കാണാതാകുമ്പോൾ കൂടെ പരിചയമുള്ള ഒരാൾ ഉണ്ടായിരുന്നു എന്നാണ് സംശയമെന്നും സോമസുന്ദരൻ റിപ്പോർട്ടറോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ പരിപൂർണ്ണ വിശ്വാസം അയാളെ വിളിച്ചതിൽ മാമിക്ക് നല്ല പരിചയമുള്ള ഒരാളെ കൂടുതലുണ്ടെന്നുള്ള. അതായത് മാമി മടങ്ങി വരാം എന്ന പ്രതീക്ഷയിലാണ് മാമി പോണത്. ഇത് വേണ്ടത് പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ATM കാർഡും പേഴ്സൊക്കെ അതിൻ്റെ അകത്തുണ്ട്. കൂടാതെ കാറിൻ്റെ ചാവി അദ്ദേഹം കൊണ്ടുപോയിരിക്കുന്നു. പക്ഷേ ഒരിക്കലും തന്നെ അദ്ദേഹം കാറിൻ്റെ ചാവി കൊണ്ടുപോകാറില്ല. കാരണം അദ്ദേഹത്തിന് മറന്നുപോകും. പല സമയങ്ങളിൽ ഞങ്ങൾ വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഇതിന് 4 ചാവി ഉണ്ടാക്കണമെന്ന് ചോദിക്കും. കാരണം ഇപ്പോൾ പോയാൽ മറ്റൊന്നും ഉണ്ടാവില്ലോ. അത് നമ്മട്ട് അത് ഞാൻ പോകണില്ല അവിടെ വെക്കും. അതായത് സെക്യൂരിറ്റി അടുത്ത് ഏൽപ്പിച്ച് പോവുക. അപ്പോൾ അത് മടങ്ങി വരാമെന്നുള്ള പ്രതീക്ഷയാണ് എന്നത് ഒരു ഉറച്ച കേസാണ്. കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളിൽ നിന്നും ക്രൈംബ്രാഞ്ച് മൊഴിയെടുക്കുന്നത് തുടരുകയാണ്. MM രാഗേഷ്, റിപ്പോർട്ടർ, കോഴിക്കോട്.